പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സങ്കീർത്തനം 103:19 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിൻ്റെ സിംഹാസനം ആണ് സ്വർഗത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഹിസ് ത്രോൺ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഹെവൻസ് ആൻഡ് ഹിസ് കിങ്ഡം റൂൾസ് ഓവർ ഓൾ. ഹല്ലേലൂയ, നമ്മുടെ ദൈവം സകലത്തെയും ഹല്ലേലൂയ വാഴുന്നു. ഹല്ലേലൂയ, മറ്റൊരു സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ, മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ഹല്ലേലൂയ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ നിർമ്മിച്ച കർത്താവ് സകലത്തെയും ഹല്ലേലൂയ ഭരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഭയം വേണ്ട. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആ ദൈവം ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. ആ ദൈവം ഹല്ലേലൂയ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നിയന്ത്രിക്കുന്നു. ഹല്ലേലൂയ, അതിനായിട്ട് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ഒരിക്കൽ കൂടെ ഇന്ന് കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവനോടുയർന്നവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഓ ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന. മരണത്തെ ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവൻ നമുക്ക് വേണ്ടി, മരണത്തെ ജയിച്ചവനേ, ആരും ഇന്നവരെ ജയിച്ചിട്ടില്ല. അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ മരണത്തിന്റെയും പാതാളം ജയിച്ചവനേ, യേശുവിന്റെ കരങ്ങളിലാണ്. അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. വർഷവംശമാണ് ഹല്ലേലൂയ, ഹോസന, ശുഭം രക്ഷകനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. രാജാധിരാജാവേ, രാജാവായി വാഴുന്നവൻ അങ്ങേ യേശു രാജാവല്ല, രാജാവി രാജാവാണ്, കർത്താവ് കർത്തൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മാത്രം രാജാധിരാജാവേ, ദൈവത്തിന്റെ മേൽ കിരീടം വച്ചവൻ, അതിന്മേൽ കിരീടം സ്തുതിച്ചിടുന്നു. സിംഹാസനത്തിലായിരിക്കുന്നവൻ, ഹല്ലേലൂയ, അവന്റെ വലത്തുഭാഗത്ത് ഹോസന, നിരന്തരം പക്ഷപാതം ചെയ്യുന്നവൻ. ഹോസന, ഹോസന, ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനോടെ അങ്ങേ വാഴ്ത്തി ജീവനെടുക്കുവാനും അത് കൊടുക്കുവാനും അധികാരമുള്ളവനാണ് ആരാധിക്കുന്നത്. ജീവന്റെ ആധാരം, സമൃദ്ധമായ ജീവനെ ഒഴുക്കാൻ കഴിയുന്നവൻ,
ഒരുവനുണ്ടെങ്കിൽ എൻ്റെ ദൈവം മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ പറയണം. ഹല്ലേലൂയ. ശത്രു ക്ഷയമെടുക്കത്തില്ല. എൻ്റെ ദൈവം ഈ ദിവസങ്ങളിലും എനിക്ക് വേണ്ടി ക്ഷയമെടുക്കുവാൻ എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തകരത്തില്ല. ഒറ്റ കാര്യം ഉറപ്പിച്ചാൽ മതി, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. വിഷയമല്ല, ദൈവമാണ് വലുത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, മിസ്രൈമ്യർ ചെങ്കടലിൽ നടക്കുവാൻ നോക്കിയപ്പോൾ അവർ ചെങ്കടലിൽ വിശ്വാസത്തിലാണ് നടന്നത്. ആമേൻ. ചെങ്കടലിൽ അവർ ചെങ്കൽ പാത അവർ ഉണങ്ങിയ നിലമാക്കി ദൈവം മാറ്റിക്കൊടുത്തു. ഇന്ന് വഴികളില്ലാത്തത് എനിക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് എത്രപേർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ നിലവിളി ശബ്ദം ദൈവം കേട്ടു, അവരുടെ കഷ്ടതയെ ദൈവം കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളിയെ അവർ കേട്ടു. ഇന്ന് ആരും അറിയാതെ നിലവിളിക്കുന്ന വിഷയങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഹോസിയാന, അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ബദ്ധമായി കരയുമ്പോൾ ഉറപ്പുണ്ട്, യേശുവിനോട് വിളിച്ചപേക്ഷിച്ചാൽ യേശുവിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങി വരും. എന്റെ കണ്ണീരിനെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ പലരും പോകുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ പലരും കേൾക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെ നിലവിളിയ ശബ്ദത്തിന് മുമ്പിൽ വെറുതെ ഇരിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ദൈവം നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. കരകളടിച്ചു സ്തോത്രം ചെയ്യാം. യേശു നമ്മുടെ മധ്യമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം യേശുവിനെ കഥാവിന് മഹത്വങ്ങളില്ല. ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തെക്കാളും വലിയവനല്ല ദൈവം. ആമേൻ. അവൻ വിശ്വസനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവനോട് പറയാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ആരോടും പറയാൻ കഴിയാത്ത വിഷയമുണ്ടെങ്കിൽ യേശുവിനോട് പറയാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വഴിയില്ലാത്തടത്ത് വഴികൾ തുറക്കാൻ കഴിയുന്നവൻ. മിസ്രൈമ്യർ വിചാരിച്ച് ഇവന്റെ കാര്യം തീർന്നു, ഇവൻ മുമ്പോട്ട് പോകത്തില്ല, ഇവന്റെ ജീവിതം തകർന്നു, ഇവനെ ഞാൻ പിടിക്കും, ഇവനെ ഞാൻ ബന്ധിക്കും, ഇവനെ ഞാൻ വീണ്ടും മടക്കി കൊണ്ടുവരും. എന്നാ ദൈവം പറഞ്ഞു, ഇല്ല, ഹല്ലേലൂയ, ഞാനാണ് വിളിച്ചെടുക്കെങ്കിൽ അവനെ ഞാൻ പുറത്തുവിടും. ആ ദൈവം ഇറങ്ങി വന്ന് ചെങ്കടലിൽ ഒരു വഴി തുറന്നപ്പോൾ ഹല്ലേലൂയ, മിസ്രൈമ്യർ വിചാരിച്ചു ഇവരെ പിടിക്കാമെന്ന്. പക്ഷേ ആ ചെങ്കടലിലൂടെ വഴിയുടെ അവർ മറികടന്നപ്പോൾ ആ വഴിയുടെ പോയപ്പോൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയുന്നു. ആ വഴി സ്തോത്രം ഉണങ്ങിയത് മാറി അവിടെ ഒരു ചെളി രൂപാന്തരപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. മിസ്രൈമ്യർക്ക് പുറകോട്ട് പോകാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എനിക്ക് കണിയൊരുക്കുന്ന ശത്രുവിനെ അവനെ കണിയിലാക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ ഇവരോട് കൂടെയുണ്ട്. നമുക്ക് ഇവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം കൂടെ ഇളവനെ തകർക്കാൻ ശത്രുവിന് കഴിയത്തില്ല. അല്ല വിശ്വസിക്കാത്ത എന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ നാട്ടുകാരല്ല ആരൊക്കെ കടന്നു വന്നാലും ആരൊക്കെ എനിക്കെതിരെ എഴുന്നേറ്റാലും എന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം എനിക്ക് യുദ്ധം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി ഇത് വർഷങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഒരിക്കലും കഥാനെ സ്തോത്രം ചെയ്യാം. Raja
ഗീതം പാടി പുകഴ്ത്തുവിൻ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്നോരേ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്നോരേ. നല്ല പൂർണ്ണീലമാക്കി ചന്ദ്രനെ കഞ്ചനത്തിൽ നടത്തിയോരേ, വിരിച്ചവരേ
ഹല്ലേലൂയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസവൻ യേശുവിൻ ഇവിടെയല്ല ദൈവം, ഇവിടെയല്ല നിത്യവാസവൻ പരദേശിയാണ്. മഹത്വത്തിൽ അവന്റെ മുമ്പിൽ ചെന്നെത്തുന്ന നാടുകൾ ഞാൻ പാർത്തിരുന്നു. ചെന്നെത്തുന്ന നാട് ഓരോ ദിവസവും ഞാൻ എണ്ണുകയാണ്. ഞാൻ പരദേശിയായി ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു. യേശു ഉയർത്തു. പറഞ്ഞു ഉയർത്തു. സന്തോഷവാർത്തയുണ്ട്. വേഗം വരാം. മടങ്ങി വരും. ഹല്ലേലൂയ. പക്ഷെ റിട്ടേൺ ഇല്ല. സ്തോത്രം. എന്നാൽ ആ യേശു ക്രിസ്തുവിന് മുമ്പ് കല്ലറയ്ക്ക് മുമ്പിൽ RIP എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം അവൻ റേസ്ഡ് ഇൻ പവർ. സ്തോത്രം. അവൻ റേസ്ഡ് ഇൻ പവർ. അവൻ ശക്തിയിലാണ് ഉയർത്തത്. അവൻ ശക്തിയിൽ മടങ്ങി വരുന്ന വിശ്വസിക്കുന്ന വേണം. എൻ്റെ ദൈവം സർവശക്തനാ. എൻ്റെ ദൈവം മടങ്ങി വരുന്ന ദൈവമാ. എന്നെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഇന്ന് പകലിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന വേണം. എൻ്റെ ശരീരത്തിലെ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തി എൻ്റെ ശരീരത്തെ വ്യാപരിച്ചാൽ ഏത് ശക്തിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർന്നു മാറും. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ പാസ്റ്ററിൻ്റെ പിതാവ് ഹോസ്പിറ്റലായിരുന്നു. പിതാവിന് 90 ഇയേഴ്സായി. 6 മാസം മുമ്പ് ഒരു ബൈൽ ഡക്റ്റിനൊരു ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഒരു സ്റ്റെൻറ്റ് ഇടാനിടയായി. പക്ഷേ 6 മാസം കഴിഞ്ഞ ശേഷം വീണ്ടും ആ സ്റ്റെൻറ്റ് ബൈൽ ഡക്റ്റിലൊരു ബ്ലോക്ക് വന്നിട്ട് MRI ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊരു ബ്ലോക്ക് കണ്ടുകൊണ്ട് ചാച്ചനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് റേഡിയോളജിസ്റ്റും ഗ്യാസ്ട്രോയും നോക്കിയപ്പോൾ പറഞ്ഞു അത് കുറച്ചൊരു ഹൈ റിസ്ക് ആക്കാൻ, ഇത്രയും പ്രായമായി ജനറൽ അനസ്തേഷ്യ കൊടുക്കാൻ ആ പ്രായത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അത് റിസ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും പ്രാർത്ഥനയോടെ പലരും പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതകരമായിട്ട് ഒരു ജനറൽ അനസ്തേഷ്യ കൊടുക്കാതെ തന്നെ സെഡേഷനിൽ കൂടെ ഒരു പുതിയ സ്റ്റെൻറ്റ് ഇടാനായി പിറ്റേ ദിവസം തന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങി വന്നു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായിട്ട് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ വാഴുന്നു, അതുകൊണ്ട് ഭൂമി കോഴിച്ചുല്ലസിക്കട്ടെ, കോഷിച്ചുല്ലസിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. സകലത്തിൻ്റെ മേലും നമ്മുടെ ദൈവം വാഴുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ വന്നാലും, ഹല്ലേലൂയ, എന്തെല്ലാം സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും അതിൻ്റെ എല്ലാം മീതെ നമ്മുടെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയവും ഭീതിയൊക്കെ വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അറിയണം, ഈ സത്യം അറിയണം, എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഭൂമി ഘോഷിച്ചുല്ലസിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവം വാഴുന്നത് മഹിമ ധരിച്ച്, നമ്മളിപ്പോൾ പാടിയതുപോലെ ഹീസ് ക്ലോത്ത് വിത്ത് മാജസ്റ്റി, നമ്മുടെ ദൈവം ബലവും മഹിമയും ധരിച്ചിരിക്കുന്ന ഒരു ഹല്ലേലൂയ രാജാതി രാജാവാണ്. സർവ്വഭൂമിക്കും രാജാവ് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. രാജാക്കളുടെ കാലം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹല്ലേലൂയ അവൻ്റെ നാമം, ഹല്ലേലൂയ, വചനം പറയുന്നത് അവൻ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനാകുന്നു. ഹല്ലേലൂയ. സകല രാജാക്കന്മാർക്കും മീതെ ദൈവം രാജാതി രാജാവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് ദൈവം. ഹി അപ്പോൾസ് ഓൾ തിങ്സ്,
ഹല്ലേലൂയ, ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. ദൈവമെല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നെ മാറിയിരുന്ന് പാസീവായിട്ടിരിക്കുവല്ല. ദൈവമെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനെല്ലാം ദൈവം ഓരോ ഡീറ്റെയിൽ പോലും ദൈവം കൺട്രോൾ ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ ദൈവം വഹിക്കുന്നവനാ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രകൃതിയെയും കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം, പ്രകൃതിയുടെ മേലും ദൈവം വാഴുന്നു. ഹല്ലേലൂയ. നീ വചനം പറയുന്നു, നീ സമുദ്രത്തിൻ്റെ ഗർഭത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്തുന്നു. ഹല്ലേലൂയ. സമുദ്രം ചിലപ്പം ഹല്ലേലൂയ വളരെ വയലൻ്റായിട്ട് ഇരിക്കാം. അത് ഹല്ലേലൂയ അതിൻ്റെ തിരകളെ അതിൻ്റെ ഗർഭത്തെ ദൈവം അടക്കി വാഴുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്തുന്നു. ഹല്ലേലൂയ. when its waves rise you still them. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ അങ്ങനെ നമുക്കറിയാം, ശിഷ്യന്മാർ പടകിൽ പോയപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. തിര ആ പടകിലേക്ക് തള്ളിക്കയറുമെന്ന് ഓർത്തവർ ആ പടക് മുങ്ങുമാറായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കടൽ അനുസരിച്ചു. ഹല്ലേലൂയ കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതമാകം പടകിൽ കർത്താവ് ഒന്ന് എഴുന്നേറ്റാൽ, അതിനെ ശാസിച്ചാൽ വലിയൊരു ശാന്തത ഒക്കെ ഉണ്ടാകും. സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എന്തെങ്കിലും സാഹചര്യങ്ങളോ രോഗമോ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോക്കി പറയാം, ഇതിൻ്റെ മേൽ എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ സ്തോത്രം. ചില വ്യക്തികളുടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ വിശ്വാസത്തോടെ പറയണം, ഈ വ്യക്തിയുടെ മേൽ എൻ്റെ ദൈവം വാഴുന്നു, ഈ സാഹചര്യത്തിൻ്റെ മേൽ എൻ്റെ ദൈവം വാഴുന്നു, ഈ കടത്തിൻ്റെ മേൽ എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എല്ലാ പ്രശ്നങ്ങളുടെ മേൽ നമ്മളെ അലട്ടുന്ന, ഭയപ്പെടുന്ന ഈ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ഒരു പദ്ധതിയും അതിൻ്റെ മേൽ ജയം കൊള്ളത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. God is still enthroned in the heavens. ഹല്ലേലൂയ. വചനം പറയുന്നത്, യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായി വാഴുന്നു. ഇപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ജലപ്രളയം ആയിരുന്നല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ മീതെയും കർത്താവ് വാഴുന്നു. ഹല്ലേലൂയ. അവൻ എന്നേക്കും രാജാവായി വാഴുന്നു. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം ഹല്ലേലൂയ സർവ്വത്തെയും വാഴുന്നു. അവൻ്റെ രാജ്യത്വം ഹല്ലേലൂയ സർവ്വത്തെയും വാഴുന്നു. The Lord has established his throne. ദൈവത്തിൻ്റെ ത്രോൺ എവിടെയാണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്വർഗത്തിലാണ് ദൈവത്തിൻ്റെ ത്രോൺ സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ രാജ്യത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. ഹല്ലേലൂയ എൻ്റെ വീട് തിരുവല്ലയിലാണ്, ആറിൻ്റെ തീരത്താണ്. ഹല്ലേലൂയ കഴിഞ്ഞ 2018 അവിടെയൊക്കെ വെള്ളം പൊങ്ങി. ഹല്ലേലൂയ അങ്ങനെ എൻ്റെ മാതാവ് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനിടയായി. പക്ഷേ ഈ പ്രാവശ്യമായപ്പം പെട്ടെന്നാണല്ലോ മഴയും ഒക്കെ വന്നത്. ഹല്ലേലൂയ എൻ്റെ മാതാവും ബ്രദറും വൈഫും ഉണ്ടായിരുന്നു, ഭവനത്തിലുണ്ടായിരുന്നു, മമ്മിയെ നോക്കുന്ന ലേഡി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെള്ളം കയറി. ആറിൻ്റെ തീരത്താണ് വീട്. ആറും കവിഞ്ഞ് മുറ്റത്തേക്ക് വന്നു. മുറ്റത്തിൽ നിന്ന് ഹല്ലേലൂയ 2-3 സ്റ്റെപ്പുള്ളൂ വരാന്തയിലേക്ക് കയറാൻ. അങ്ങനെ വെള്ളം കയറി പിന്നെ അവിടുന്ന് പോകാനും മാർഗമില്ല. ചുറ്റും വെള്ളം, കാറും ദൂരെയാണ്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ സിസ്റ്റർ ലോയും അവിടെ മമ്മിയെ നോക്കുന്ന കൊച്ചും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, ഈ സ്റ്റെപ്പിന് മുകളിൽ ഈ വെള്ളം ഹല്ലേലൂയ കയറി വരരുത്. അവർ ശക്തമായി കരം കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടു. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവം സമുദ്രത്തെ പോലും ഹല്ലേലൂയ മണൽ തരികൾ കൊണ്ടാണ് ഹല്ലേലൂയ അതിരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ അത് കടന്ന് ഹല്ലേലൂയ ഈ സമുദ്രത്തിന് കടക്കാൻ കഴിയത്തില്ല. ഈ വലിയ സമുദ്രം പോലും വലിയ മതിൽ കൊണ്ടൊന്നുമല്ല അതിരിട്ടിരിക്കുന്നത്. ഈ പഞ്ചസാര മണൽ കൊണ്ടാണ് ദൈവം അതിരിട്ടേക്ക്. ഹല്ലേലൂയ അതിനപ്പുറം കടക്കരുതെന്ന് ദൈവം കൽപ്പിച്ചാൽ അത് കടക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അങ്ങനെ അവരുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് പിറ്റേ ദിവസമായപ്പോൾ ആ സ്റ്റെപ്പ് കയറാതെ പിന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ മുറ്റത്തുനിന്ന് ഇറങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വലിയ ഒരു അത്ഭുതം ദൈവം ചെയ്തു. ഹല്ലേലൂയ
സ്തോത്രം. അത്ര വലിയ ദൈവം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് നൽകി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വചനം സങ്കീർത്തനം 32 പറയുന്നുണ്ട്, ഷുവർലി ഇൻ എ ഫ്ലഡ് ഓഫ് ഗ്രേറ്റ് വാട്ടേഴ്സ് ഇറ്റ് ഷൽ നോട്ട് കം നിയർ യു. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അതുകൊണ്ട് ദൈവം മറവിടമായി സൂക്ഷിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിലും ദൈവം വാഴുന്നു. എല്ലാ വിഷയങ്ങളുടെ മേലും ഹല്ലേലൂയ ദൈവം വാഴുന്നത് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഭയപ്പെടാനില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അടുത്ത് പോയാലും കത്തിപ്പോയി.
പകലിലും വായും ഭൂമിയിലും കരയുന്ന കാക്കക്കൊന്നും അതാത് സമയം അതാത് സമയം സമാനമായ സമാനമായ സമ്മതമറിയുന്നവൻ അസ്തമിക്കാത്ത പൗരോഹിത്യം ചെങ്കടൽ പിളർന്നു തൻ ജനത്തെ അങ്ങ്
രക്ഷിക്കാൻ വല്ലവനായി കൂടെയുണ്ട്. എന്തേലും സർവശക്തനായി വാഴുന്നു, ആരാധിക്കാൻ വേറെ നാമമില്ലല്ലോ. വിളിച്ചപേക്ഷിക്കും ധന്യജനത്തെ രക്ഷിക്കാൻ വല്ലവനായി കൂടെയുണ്ട്. നാളും ഘോഷിക്കാൻ നമ്മുടെ സകല വിഷയത്തിന് മേലും ആ ദൈവം വാടുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവസാന്നിധ്യത്തിൽ നമുക്ക് വീണ്ടും താഴ്മയായിട്ടിരിക്കാം. നമുക്ക് തുറന്ന തിരുവചനത്തിന് ഉള്ള സമയം ആണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എത്രത്തോളം കർത്താവ് ആരാധനയിൽ നമ്മളെ ബലപ്പെടുത്തിയതിനെ ഓർത്ത്, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇരുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. തുടർന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കേണ്ടതിനായിട്ട് കടന്നു നമ്മളെല്ലാവരെയും കർത്താവ് ബലത്തോടെ ശക്തിയോടെ നമ്മളെ മടക്കി അയക്കുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സൗഖ്യമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കർത്താവേ. ഹാലലൂയ. പാവിൻ്റെ ഒരിക്കൽ കൂടി കർത്താവെ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഹാലലൂയ അവിടുത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ. കർത്താവെ ഇന്നത്തെ ധ്യാനത്തെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന സ്തോത്രം സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവെ സഹായവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനങ്ങളെ കർത്താവെ ഗ്രഹിക്കുവാൻ തക്കോണം കർത്താവെ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവെ തികഞ്ഞ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി കർത്താവെ ഹാലലൂയ വചനം ശ്രമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ ഹാലലൂയ വന്നതുപോലെയല്ല കർത്താവെ രൂപാന്തരം പ്രാപിച്ചവരായി മടങ്ങിപ്പോവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നുള്ള വചന ധ്യാനത്തെ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഥാ പ്രാർത്ഥനയുടേതായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമുക്ക് കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കഥാവിൻ്റെ സാന്നിധ്യത്തേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. വേഗം വരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ നിത്യപരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിപ്പാൻ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ജയമെടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ചാപ്റ്റർ 6-7 കിട്ടിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം പരന്നു. ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. അവിടെ അപ്പോസ്തല കാലഘട്ടങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുൻപും പിൻപുമൊക്കെ നമുക്ക് ബൈബിൾ വായിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അതിനെപ്പറ്റി അറിയാം. അവിടെ ഒരു ഉണർവ് കത്തി ജ്വലിക്കുന്ന, അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഉണർവ്
2026 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉണർവിൻ്റെ അലയടികൾ, ആ തീജ്വാലകൾ ഇന്നും അതാണ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. അതണയുന്നത് യേശുക്രിസ്തു വരുമ്പോഴാണ്. അവിടെ സംഭവിച്ച ആ പെന്തക്കോസ്തിൻ്റെ ഉണർവിന് ശേഷം സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. അതുമാത്രമല്ല, പുരോഹിതന്മാരുടെ ഒരു വലിയ കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അവിടെ സഭയ്ക്കകത്തൊരു വിഷയം വന്നപ്പോൾ അവിടെ ദൈവസഭയിൽ നടന്ന ആ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി പിന്നീട് അതിൻ്റെ മധ്യേ ശത്രു കടന്നു വന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിധവമാർക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു തർക്കം വന്നു. അതിനുശേഷം അവർ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും ശക്തിയോടെ സഭ മുന്നോട്ട് പോകുന്ന കാര്യമാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് വചനം പരന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകം തുടങ്ങി അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ വചനം പിറക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ തുറന്നാൽ വചനമുണ്ട്, കമ്പ്യൂട്ടർ തുറന്നാൽ വചനമുണ്ട്, TV തുറന്നാൽ വചനം. ഹല്ലേലൂയ. കൺവെൻഷനുകൾ എല്ലാ തരങ്ങളിലും ദൈവമക്കൾക്ക് വചനം ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് വചനം പരക്കുവാൻ മാത്രമല്ല, ആ വചനത്തെ സ്ഥിരീകരിക്കുന്ന ദൈവപ്രവൃത്തി കൂടി ആ വചനത്തിൽ സംഭവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വചനം പരന്നു. ഇന്ന് വചനം അനേകർക്ക്, ഇത്രയും വചനം ഈ മീഡിയയിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടും നമുക്ക് അനേകരെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. കർത്താവേ, ഇത്രയും വചനമൊക്കെ ചെന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, അവരൊക്കെയും ഈ വചനത്തിൻ്റെ സത്യം, വചനം പരക്കുന്നുണ്ട്, പക്ഷെ വചനത്തിൻ്റെ സത്യം അവരുടെ അകത്തലങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ദിവസങ്ങളിൽ അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പരന്നതുപോലെ തന്നെ ഈ ദിവസങ്ങളിലും ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്ന ദൈവമക്കളിലൂടെ ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആമേൻ, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇന്നും ചിലനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ആമേൻ, ദേശത്ത് വെളിപ്പെടുവാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും, ആമേൻ, അത് ഈ ദിവസങ്ങൾ വെളിപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനേകർ നിത്യതയുടെ അവകാശിയായി തീരുവാൻ ദൈവം വചനം ഭൂമിയിലേക്ക് അയച്ചു. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. മരണത്തിനപ്പുറത്തുള്ള ബൗണ്ടറി ലൈൻ കടന്നാൽ ഒരു മടങ്ങി വരവില്ലെന്ന് പലർക്കും അറിയാതിരിക്കുമ്പോൾ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവെട ക്രൂശിൽ മറുശാപമായി തീർന്നുവെന്നും അവൻ തൻ്റെ ജീവനെ കൊടുത്തുവെന്നും അവൻ ഇന്ന് അനേകർക്കും അറിയാതിരിക്കുമ്പോഴും ഹല്ലേലൂയ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദേശത്ത് വചനം പരക്കണം, ദൈവസഭകളിൽ വചനം പരക്കണം. ദൈവമക്കൾ ഈ ദിവസങ്ങൾ വചനം ഏറ്റെടുക്കുന്നവരായി തീരണം. ദൈവമക്കൾ ഈ ദിവസങ്ങൾ വചനവുമായി കടന്നു പോകണം. ഹല്ലേലൂയ. മഹാത്മാഗാന്ധിജി മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അദ്ദേഹം മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയും ഒന്നുമില്ലായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ അറിഞ്ഞു മഹാത്മാഗാന്ധി മരിച്ചുവെന്ന്.
എനിക്ക് വേണ്ടി ഒരുവൻ ജീവൻ കൊടുത്തുവെന്നും എന്നെ അത്രയധികം സ്നേഹിച്ചുവെന്നും ആ നാമത്തിൽ രക്ഷയുണ്ടെന്നും ഇന്ന് അനേകർ അറിയാതിരിക്കുമ്പോൾ, അനേകർ നിത്യ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക നിത്യനാശത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ചെന്നെത്തേണ്ട മണ്ഡലങ്ങളിൽ കർത്താവെ ചെന്നെത്തുവാൻ എന്നെ കൂടെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാം, കർത്താവെ ആ വചനത്തിന്റെ ശക്തി ഈ നാളുകൾ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നിലൂടെ വചനം പരക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നെ ഒരു സൗരഭ്യവാസനയായി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറയാം, എൻ്റെ കുടുംബത്തിനകത്ത് ഞാനൊരു നിർവാസനയായി മാറും, ഒരു സൗരഭ്യമായി ഞാൻ ഈ ദിവസങ്ങൾ മാറും. ഹല്ലേലൂയ. അനേകരുടെ ജീവൻ ഞാൻ ഉത്തരവാദിയാകത്തിൽ അനേകരോട് ഈ സദ്വാർത്ത അറിയിപ്പാൻ തക്കവണ്ണം കർത്താവ് എന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം വഴിയാകും. നമുക്ക് ആരാധന ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്, പ്രവചനങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയുവാനും ആ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആഗ്രഹിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് മറ്റെല്ലെന്താ അന്യഭാഷയെ സംസാരിച്ചാലും, നമുക്ക് തുള്ളിച്ചാടി ആരാധിച്ചാലും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് വേണ്ട പൂർണ്ണതകൾ വെളിപ്പെടുകയില്ല. ദൈവിക ഉദ്ദേശങ്ങൾ സാധിക്കപ്പെടുകയില്ല. പീശാചിന്റെ ആധിപത്യം തകരത്തില്ല. പീശാചിന്റെ മേൽ ക്ഷയമെടുക്കണമെങ്കിൽ വചനത്തിലൂടെ അല്ലാതെ, രക്തത്തിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഈ നാളുകളിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ദൈവസഭകളെ പണിയുന്നത് വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനമാണ് സഭയുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ പണിയുന്നത്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കേൾക്കുന്ന വചനം മാത്രമല്ല, നിരന്തരമായി വചനവുമായിട്ട് ഒരു സൗഹൃദ ബന്ധം നമ്മുടെ ജീവിതത്തിൽ വേണം. ആ വചനമാണ് നമ്മളെ പണിയുന്നത്. ആ വചനം ഈ ദിവസങ്ങളിൽ എനിക്ക് അനന്യമായി തീരുവാനല്ല, എനിക്ക് അന്യമായി തീരുവാനല്ല, അതെനിക്ക് സ്വയത്തമായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ പറയണം, ഹല്ലേലൂയ. ശത്രുവേ, അത് എന്നിൽ നിന്ന് എടുത്തു കളയാൻ നിനക്ക് കഴിയത്തില്ല. ഈ ദിവസങ്ങൾ ഞാൻ ഇത് പ്രാപിക്കുന്ന നാളുകളാണ്. അതിനെ മൂടുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞുമാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് ഈ തിരുവചനം എല്ലാവരും അറിയുവാനാണ്. നമ്മൾ മാത്രമല്ല, ഈ വചന സത്യം നമ്മളിലൂടെ അനേകരിലേക്ക് പകരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇത് പലപ്പോഴും നമുക്കത്ര പ്രാധാന്യമായി തോന്നത്തില്ലെങ്കിലും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ നമുക്ക് ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനോ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ സൗഭാഗ്യ ജീവിതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞിരിക്കുന്ന സമൃദ്ധമായ ജീവൻ നമ്മളോട് ഒഴുകുവാനും ഇടയാകണമെങ്കിൽ നമുക്കിത് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിൾ എന്ന് പറഞ്ഞാൽ വചനമാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ബൈബിളിനകത്ത് ഒരു സബ്ജക്റ്റിനെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീണ്ട ബൈബിളിനകത്തുള്ള അധ്യായം എന്ന് പറഞ്ഞാൽ വചനത്തെ പറ്റിയാണ്. 119 സങ്കീർത്തനം എത്ര പേർക്ക് ഹൃദയസ്ഥമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ഏറ്റവും നീണ്ട ഒരു ചാപ്റ്റർ ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ 66 പുസ്തകങ്ങൾക്കുള്ളിൽ ഏറ്റവും നീണ്ട ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലേഖനം വന്ന 119 സങ്കീർത്തനമാണ്. സമയമുണ്ടെങ്കിൽ അതധികം വായിച്ചില്ലെങ്കിൽ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. വായിക്കുകയല്ല, ധ്യാനിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏകദേശം 176 വാക്യങ്ങൾ അതിനകത്തുണ്ട്. 2445 വാക്കുകളുണ്ട്.
ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടുവാനല്ല, നമ്മൊന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി മാത്രം. അത് മാത്രമല്ല, 22 സെക്ഷനാക്കി മാറ്റിയിരിക്കുക. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രമാണ്. ഈ ഹെബ്രായ ഭാഷയിലാണ് അത് എഴുതപ്പെട്ടിരുന്നത്. അതിനകത്ത് 22 ആൽഫബറ്റ്സ് ഹെബ്രായ ഭാഷയിലുണ്ട്. ആ 22 ഭാഷയിൽ സ്തോത്രം 22 ഭാഗങ്ങളായി തിരിച്ചിട്ട് ആ 22 ഭാഗത്തിൽ ഓരോ ഭാഗത്തിനകത്തും ആ ആൽഫബറ്റിൽ തുടങ്ങുന്ന 8 വാക്യങ്ങളുമായി അടങ്ങുന്ന ഒരു ലേഖനമാണ് ദൈവത്തിൻ്റെ വചനം. അതിനകത്ത് ശക്തി അടങ്ങിക്കിടപ്പുണ്ട്. അത് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ചില ഈ ദിവസങ്ങളിൽ എൻ്റെ കണ്ണാൽ ചില ദൈവിക പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. പിശാചിന്റെ മേൽ ആധിപത്യം ഞമ്മക്കൊണ്ട് സ്തോത്രം അല്ലെ എൻ്റെ ജീവിതത്തെ തകർക്കുവാൻ എന്നെ ഒരു കളിയായുധമായി അവൻ്റെ കരങ്ങളിൽ കളിപ്പാട്ടമായി അവൻ്റെ കരങ്ങൾ ഉപയോഗിക്കുവാനല്ല, എൻ്റെ കരങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്ന ദൈവിക ആയുധവുമായി ദൈവത്തിൻ്റെ വാളാകുന്ന വചനവുമായി എനിക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇന്ന് ആ വചനം നമ്മൾ അറിയുക എന്നുള്ളത്. വചനം പറയുമ്പോൾ പലരും ഉറങ്ങിപ്പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് കേൾക്കാനോ ഇത് ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ, വചനത്തെ ഒരുപാട് കാര്യങ്ങളായി ദൈവത്തിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തല വാളിനേക്കാളും മൂർച്ചേറിയതാണ്. ദൈവത്തിൻ്റെ വചനം തീയാണ്. ദൈവത്തിൻ്റെ വചനം ഒരു കൂടമാണ്. അത് പാറയെ തകർക്കുന്ന കൂടമാണ്. അത് കത്തിക്കുന്ന കത്തിക്കിയാൽ അത് ശുദ്ധീകരിക്കുന്ന തീയാണ്. അത് കഴുകുന്ന ജലമാണ്. അത് തേനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമുള്ളതാണ്. ഹല്ലേലൂയ. 7 പ്രാവശ്യം ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വചനത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഇന്ന് ആ ദൈവത്തിൻ്റെ വചനം ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കളെ പണിതെടുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇന്ന് പേര് കേട്ട പാരമ്പര്യമായിരിക്കുന്ന പല ബന്ധുക്കോസ് സഭകളിലും ശക്തമായ ദൈവത്തിൻ്റെ വചനം മണിക്കൂറുകളോളം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേവലം ഒരു സങ്കീർത്തനത്തിലും അല്പസമയത്തെ ചെറിയ വചന ശുശ്രൂഷയിലും ഒതുങ്ങിക്കൊണ്ട് ജനം ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇന്ന് നമ്മളെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിപ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അല്പം സമയമെടുത്തിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ, ഈ പുസ്തകം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന 66 പുസ്തകങ്ങൾ ദൈവം ലോകത്തിലുള്ള ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്ന ലവ് ലെറ്ററാണ്. സ്തോത്രം. ലവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അല്ല, നമ്മുടെ ചെറുപ്പത്തിലെ കാര്യം അതല്ല. നമ്മളെ ദൈവം എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നും എത്രയധികം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക താല്പര്യവും ദൈവവുമായിട്ട് വീണ്ടും അടുപ്പിക്കുവാൻ ദൈവത്തിനുള്ള പദ്ധതിയും ഈ 66 പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുക. ഇത് സകലർക്കുമുള്ള പുസ്തകമാണ്. ഇത് പെന്തക്കോസ്തുകാരന് മാത്രമുള്ള പുസ്തകമല്ല, കത്തോലിക്കർക്ക് മാത്രമുള്ള പുസ്തകമല്ല. ഈ സ്നേഹമുള്ള ഈ എഴുത്ത് ദൈവ ലോകത്തിൽ നാനാഭാഗങ്ങളിലും വിഭാഗങ്ങളിലുമുള്ള സകല രാഷ്ട്രങ്ങളിലും സകല ഭാഷകളിലും സകല വംശങ്ങളിലും സകല ഗോത്രങ്ങളിലും ഹല്ലേലൂയ സകല മണ്ഡലങ്ങളിലും ജീവിക്കുന്ന സകലമാനം മാനവരാശിക്ക് വേണ്ടിയും സ്വർഗത്തിലെ പിതാവ് എഴുതി കൊടുത്ത പുസ്തകമോ. ഹല്ലേലൂയ. ഇത് നമുക്ക് വെളിപ്പെടണം. ഇത് വെളിപ്പെടാൻ പൈശാചികളെ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകല് കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. നമുക്കെല്ലാവർക്കും പലതിനെ പറ്റി അറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വിവരവും ജ്ഞാനവും ജനറൽ നോളജും ഉണ്ട്. പക്ഷേ ഗോഡ് നോളജ്
പലർക്കും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ പറ്റിയുള്ള അറിവ് മാത്രമല്ല, ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതികളും, സ്തോത്രം, സകല എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക പ്രവചനങ്ങളും ഈ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ 66 പുസ്തകം പോരാ എന്ന് പറയുന്നവരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി തീർന്നിട്ടില്ല, വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ വീണ്ടും ഒരു അധ്യായം എഴുതി ചേർക്കുവാൻ ഒരു സമയത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എഴുതി ചേർത്തില്ലെങ്കിലും 66 പുസ്തകമില്ലെങ്കിലും ആമേൻ, ദൈവവചനത്തിൽ ഒറ്റ വാക്യം മതി എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. അല്ലെങ്കിൽ ഈ വചനത്തിന് എത്ര ശക്തിയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം എന്നെ മാറ്റിയതിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും? എൻ്റെ ജീവിതത്തെ ആകത്തുക മാറ്റിയ ദൈവത്തിന്റെ വചനത്തിനായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. പലതിനെ പറ്റിയും നമുക്കറിവുണ്ട്, പക്ഷേ കർത്താവായ ദൈവത്തിന്റെ വചനത്തെ പറ്റി പലപ്പോഴും നമുക്കറിവില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് പലർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അപ്പോൾ ഈ വചനത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു പരിജ്ഞാനം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ പ്രാപിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനേക മണ്ഡലങ്ങളിൽ ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം, ഒരു ദൈവിക വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണങ്ങൾ, ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാനിടയാകും. അപ്പോൾ ഈ കാര്യം ഇന്ന് പലരും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഇന്നും പലപ്പോഴും ഈ വചനത്തിൻ്റെ സത്യങ്ങൾ അറിയാതിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അവിടെ ദൈവം പറയുകയാണ്, അന്നുണ്ടായ ഇസ്രായേൽ മക്കളെ പറ്റി പറയുകയാണ്, ദൈവവചന ഇസ്രായേലിൻ്റെ ജയം, ഇസ്രായേലിനെ ഏറ്റവും മഹത്തരകരമാക്കിയത്, ഇസ്രായേലിനെ ഏറ്റവും ശ്രേഷ്ഠകരമാക്കിയത് അവർ വചനത്തിൻ്റെ അറിവാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ആ വചനത്തോടുള്ള അനുസരണയാണ് ഇസ്രായേലിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാതലായി കിടക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങൾ അതിനപ്പുറത്ത് നമുക്കുണ്ട്. പക്ഷേ പലപ്പോഴും വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരണമെങ്കിൽ ഈ വചനവുമായി നമ്മൾ പൊരുത്തപ്പെടുവാനും ആ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ അകത്തലങ്ങളിൽ ക്രിയ ചെയ്യുവാനും ഇടയാകുമ്പോഴാണ്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ചേർച്ചിൽ ഒരുപാട് ഈ ഔട്ട്റീച്ചിന് വേണ്ടി പോകാറുണ്ടായിരുന്നു. അപ്പം അന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്ന സമയം കത്തോലിക്ക സഭയിൽ ബിഷപ്പ് അച്ഛന്മാരെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്പം ബിഷപ്പ് ഹൗസിലാണ് അവിടെ ഇരിക്കുമ്പോൾ, ബിഷപ്പ് അപ്പം ഇരിക്കുന്ന നല്ല തീക്ഷ്ണതയുള്ള ഒരു സമയമാണ്. ഞാൻ പോയ ആ ആദ്യത്തെ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരമായ വളരെ ശ്രേഷ്ഠമായ തലങ്ങളിൽ വചനം ഒരുപാട് അതിനകത്ത് പ്രാധാന്യം കൊടുത്ത ഒരു ദൈവസഭയിൽ പോകുവാൻ ദൈവം എന്നെ ഇടയാക്കി. സഭയുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയാൻ നമുക്കറിയാം. അവിടെ ആദ്യത്തെ കാലഘട്ടങ്ങളായതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. നമ്മൾ പാരമ്പര്യ സഭയിലാണെങ്കിലും വചനമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സത്യമൊന്നും നമുക്ക് അറിയത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അതിൻ്റെ അധ്യായമൊക്കെ പറയുന്നത് ഇന്നും എനിക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. കാരണം എനിക്ക് അത്ഭുതമായി ഇതൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ബിഷപ്പ് ചോദിച്ചു, നിങ്ങളെന്തായി കാണിക്കുക, നിങ്ങൾ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നത് ചോദിച്ചു. അപ്പോൾ അന്നെനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത് പറഞ്ഞു തരേണ്ട ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനായി വചനം ഈ ബുക്കും പിടിച്ചാണ് നടക്കുന്നത്? സ്വതന്ത്രം അദ്ദേഹം പറഞ്ഞ ബുക്കൊക്കെ വേറെ ചില ബുക്കുകൾ തന്നു, നിങ്ങൾ ഇതൊക്കെ വായിച്ച് സഭയെപ്പറ്റി പഠിക്കണം, അതാദ്യം പഠിക്കണം, ഇതിനേക്കാളും പ്രാധാന്യമുള്ളത് അതാ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് അതുകൊണ്ടാണ് ഹോശേയ പ്രവാചന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുകയാണ്. അല്ലേ?
പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്കൊരു പുരോഹിതനാകാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. അപ്പൊ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഏത് ദൈവസഭയാണെങ്കിലും അത് പിടിച്ചു നിൽക്കത്തില്ല. ഒരു കാലഘട്ടം കഴിയുമ്പം ആ സഭ ഇല്ലായ്മയായി പോകും, അല്ലെങ്കിൽ ശുഷ്കിച്ചു പോകും. ദൈവവചനത്തിന്റെ ആഴങ്ങൾ, സത്യങ്ങൾ ദൈവജനത്തെ പഠിപ്പിച്ച് ദൈവജനത്തെ ആത്മീയരാക്കി, ആത്മീയ ശക്തന്മാരാക്കി തീർക്കുന്ന ദൈവസഭകളെ ദൈവം പണിയും. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പ്രവചനം പറഞ്ഞിട്ട് ഒരു എൻകറേജ്മെന്റിന്റെ വചനം പറഞ്ഞിട്ട് അയക്കുന്നതല്ല ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിനകത്ത് പണിയുണ്ട്. നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മളെ ചെത്തി മിനുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, അവൻ വന്നത് അവൻ നുണയനും നുണയന്റെ അപ്പനുമാ. സ്തോത്രം. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്. ആദ്യം മുതലേ അവൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് അവൻ നുണ പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ട് ബന്ധനത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചന സത്യം, ഇതിനകത്തിരിക്കുന്ന ദൈവിക പൊരുളുകളുടെ സത്യങ്ങൾ തിരിച്ചറിയുന്ന ദൈവജനത്തെ ബന്ധിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. പിശാചിന്റെ മേൽ ജയമുള്ളത് ഈ വചനം കൊണ്ട്. എന്റെ ശാസനയൊന്നും നടക്കത്തില്ല. ഈ വചനം അകത്തുള്ളവൻ ആത്മാവിൽ ശാസിച്ചാൽ ഏത് പൈശാചിക മണ്ഡലവും കീഴടങ്ങി മാറും. ഏത് രോഗശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരത്തിൽ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. കർത്താവ് യേശു പറയുകയാണ്, ഈ വചനം നിങ്ങൾ ഈ സത്യം നിങ്ങളെ ബന്ധിക്കുന്നില്ല പറഞ്ഞത്, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഈ വചനമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. ദൈവിക വചനത്തിൻ്റെ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. മാനസികമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് മാനസികമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് മാനസികമായ സ്വാതന്ത്ര്യം തന്നത് ഈ സത്യവചനമാണ്. ഹലോ, ഈ വചനമാണ് എന്നെ മാറ്റിമറിച്ചത്, എന്നെ ഒരു വ്യക്തിയാക്കി മാറ്റിയത് ഈ വചനമാ. എന്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നവൻ ഈ വചനമാ. എന്നെ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുന്നത് ഈ തിരുവചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു പറഞ്ഞ സകല നുണയും എന്റെ ബുദ്ധിക്കകത്ത് കിടക്കുന്ന മാനസിക നിലങ്ങളിൽ കിടക്കുന്ന സകല നുണകളെയും പുറത്തു കൊണ്ടിരുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഈ വചന സത്യത്തിനകത്ത് ശത്രു എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സകല നുണകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് മാറി എന്നെ സ്വതന്ത്രമുള്ളൊരു വ്യക്തിയാക്കി ദൈവം മാറ്റും. അവൻ എന്നെ ശ്രേഷ്ഠനും മാന്യനുമായി ദൈവ പൈതലാക്കി എന്നെ തീർത്തിരിക്കുന്നുവെന്ന്, എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവുണ്ടെന്ന് ഞാൻ തകരാൻ സമ്മതിക്കാതെ എന്നെ അവസാനത്തോളം നടത്താൻ കഴിയുന്ന ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് ഈ വചനത്തിലൂടെയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. റേമയായിരിക്കുന്ന ഈ വചനം, ലോഗോസ് ആയിരിക്കുന്ന വചനമുണ്ട്, റേമയായിരിക്കുന്ന വചനമുണ്ട്. അതിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ ഇന്ന് ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്നതിനെ നൽകി നമ്മളെ മുന്നോട്ട് നടത്തുന്നത് ജീവനുള്ള വചനമാണ്. എന്ന് പറഞ്ഞാൽ കുറേ വചനം പഠിച്ച് ബൈബിൾ സ്കൂളിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ റവറൻഡ് ഡോക്ടർ എന്നൊക്കെ എഴുതി ചൂലിക നാമം കൊടുക്കാം. പക്ഷേ ഈ വചനത്തിന്റെ സത്യത്തിന്റെ പൊരുളുകൾ തിരിച്ചറിയണമെങ്കിൽ വചനം എഴുതിയ കർത്താവുണ്ട്, യേശുണ്ട്. ഇത് എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അകത്തളങ്ങളില്ലെങ്കിൽ എത്ര ബൈബിൾ സ്കൂളിൽ പോയാലും എത്രയധികം പഠിച്ചാലും തിരിച്ചറിയാൻ കഴിയാത്തത് ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വചനത്തിന് ചിലരെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ദൈവം വചനത്താലാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. ദൈവം പറഞ്ഞു, അത് സംഭവിച്ചു. അത് ലോഗോസായി തുടരുമ്പോൾ ഇന്ന് വചനത്തിനകത്ത് ആ വചനം നമ്മുടെ അകത്തളങ്ങളിൽ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ആവശ്യത്തിൽ
ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന ആ ദൈവ ശബ്ദം, ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന ആശ്വാസം, ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന തരുന്നത് ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ലോഗോസായ ദൈവവചനം ഇന്ന് ഞായറാഴ്ചക്കാമേ ദിവസം എന്നോട് ഇടപെടുന്നതാണ്. റേമയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് ശക്തമായി പരിശുദ്ധാത്മാവിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ലോഗോസ് എല്ലാം എഴുതി വെച്ചിട്ട് കാര്യമില്ല. റേമയായി വെളിപ്പെടുന്ന, ശക്തിയായി വെളിപ്പെടുന്ന, എന്നോട് നിരന്തരം ഇടപെടുന്ന ഒരു ദൈവ ശബ്ദമുണ്ടെങ്കിൽ ഈ വചനമാണ്. ഹല്ലേലൂയ. ഈ വചനം എന്നോട് സംസാരിക്കും, ഈ വചനം എന്നോട് സംസാരിക്കും, ഈ വചനം എന്നെ ആശ്വസിപ്പിക്കും, ഈ വചനം എന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഈ വചനം എന്നെ പണിയും, ഈ വചനം എന്റെ ബുദ്ധിയെ തുറക്കും. ഹല്ലേലൂയ. ദാവീദ് തിരിച്ചറിയുമ്പോൾ ദാവീദിനെ എഴുതിയിട്ടും തീരുന്നില്ല. പരിശുദ്ധാത്മാവ് ആ അദ്ദേഹത്തിന്റെ വിരലുകളിലൂടെ ചലിക്കാൻ തുടങ്ങി. ആമേൻ. ജനസിസ് മുതൽ റെവലേഷൻ വരെ എഴുതിയവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിരലുകളെ ചലിപ്പിച്ചപ്പോൾ ജനസിസ് എഴുതിയ മോശ പറയും, ഞാനല്ല എഴുതിയത്. സ്തോത്രം. റെവലേഷൻ എഴുതിയ വരാൻ പോകുന്ന യുഗാന്തരങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവചന ദൂത് ഒരു യോഹന്നാനിലൂടെ വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഒരു പൗലോസിലൂടെ പ്രവർത്തിച്ചത്, അദ്ദേഹത്തിന്റെ വിരലുകളോടെ ചലിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ. ഈ വചനം മൂടുവാനല്ല, ഈ വചനം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, എന്നോടുള്ള ദൈവിക സ്നേഹം, എന്നോടുള്ള ദൈവിക വാഗ്ദത്തം, എന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുന്നത് ഈ ദൈവിക വചനത്തിലൂടെയോ. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് ലോകത്തിന് ദൈവം പുസ്തകത്തിൽ എഴുതി കൊടുത്തു. പക്ഷെ ഇന്ന് ആർക്കും വായിക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പാട്ടുപാടാനൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ വചനത്തോടൊരു പ്രതിപത്തി നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതൊന്ന് മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ല, ഇത് പോരാ കർത്താവേ, ഇത് പോരാ, ഇത് പോരാ. അല്ല, അതിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളുടെ പൊരുളുകൾ ഈ ദിവസങ്ങൾ വെളിപ്പാടായി എൻ്റെ അകത്തളങ്ങളിൽ പകരണമേ. സ്തോത്രം. ഒരു പൗലോസിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പൗലോസ് ചിന്തിക്കുന്ന മുഴുവൻ വെളിപ്പാടാ. ഒരു വചനമെടുത്ത വെളിപ്പാടാ. ഹല്ലേലൂയ. ഈ വചനം മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഈ വചനത്തിനൊരു ചാപ്റ്ററിനകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവിക വെളിപ്പാടുകൾ എത്ര പറഞ്ഞാലും തീരത്തില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, ഇതിനകത്ത് കിടക്കുന്ന ദൈവിക സത്യങ്ങൾ, ഇതിനകത്ത് കിടക്കുന്ന ദൈവിക അരുളപ്പാടുകൾ, ഇതിനകത്ത് കിടക്കുന്ന ദൈവിക വെളിപ്പാടുകൾ ഹല്ലേലൂയ എന്നെ നിത്യതയിലെത്തിക്കുന്നതാണ്. എന്നെ നിത്യതയിലെത്തിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കുന്നതാണ്. ആമേൻ. സ്തോത്രം. അവിടെ 1 കൊരിന്ത്യർ 4:20 പറയുകയാണ്, അവൻ വചനമയച്ചു അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. അവിടെ കർത്താവായ യേശു ക്രിസ്തു വചനം വല്ലം തൊട്ട് സൗഖ്യമാക്കി. പക്ഷെ കർത്താവ് പലരെയും സൗഖ്യമാക്കിയത് വചനം കൊണ്ടായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു പറയുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം അയക്കുമ്പോൾ, കർത്താവ് പറയുമ്പോൾ കാറ്റ് അവിടെ ശാന്തമാകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ കടൽ തിരകൾ ഇളകാതെ ആമേൻ അവിടെ അടങ്ങി നിൽക്കുകയാണ്. യേശു ക്രിസ്തു വചനം പറയുമ്പോൾ 5000 പൈശാചിക ശക്തികൾ ഒരുവന്റെ ശരീരത്തിൽ നിന്ന് ഇളകി മാറുകയാണ്. ഒറ്റ വചനമാണ് അയച്ചത്. പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വെളിപ്പെട്ട ദൈവശക്തി ഇന്ന് 2026 ഈ ഓഗസ്റ്റ് മാസം ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ പറയണം, ദൈവശക്തിയുടെ ആഴങ്ങൾ എനിക്കൊന്ന് വെളിപ്പെടുന്നത്. സുവിശേഷം 8:16 പറയുകയാണ്, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ തലയെ കൈവച്ച് അവരെ സൗഖ്യമാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ വാക്കുകൊണ്ട്
അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. ഇന്ന് ആമേൻ ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. ആ വാക്ക്, ആ വചനം എൻ്റെ വായിലൂടെ വരുമ്പോൾ ഒരു ദൈവശക്തിയുണ്ട്. നമ്മൾ പാടുന്ന പാട്ടുകൾ ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മൾ പാടുമ്പോൾ ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പാട്ട് പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മടിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നവർ ശക്തമായി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ പാടുന്ന പാട്ടിനകത്ത് മറിഞ്ഞിരിക്കുന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആമേൻ ദൈവോടെയാകും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ ഒരു മുടന്തനെ സൗഖ്യമാക്കുമ്പോൾ അദ്ദേഹത്തിന് കാലെ പിടിച്ച് വലിച്ചൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ ആ നാഴികയിൽ മുടന്തൻ കുതിച്ചു ചാടി. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഭക്തിയല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിന്റെ നാമമാണ് ഇവനെ സൗഖ്യമാക്കിയത്. കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചനത്തിനകത്ത് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ന് നാവിൽ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ തയ്യാറാകുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേൽ ആമേൻ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന നാളുകളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ ആരുടെ അടുത്ത് പോകണ്ട, ഈ ദൈവവചനം എടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചാൽ കിട്ടുന്ന ആശ്വാസം എങ്ങും പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റുമ്പോൾ അവൻ എന്നെ ജീവിപ്പിക്കുക. എന്നുവെച്ചാൽ എത്ര വലിയ ഡിപ്രഷനകത്ത് കിടക്കുന്നവനാണെങ്കിലും ഈ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവവചനം എനിക്കൊരു ജീവനായി മാറുകയാണ്, എനിക്കൊരു ശക്തിയായി മാറുകയാണ്. ഇത് വായിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല, ഇത് ധ്യാനിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. എന്നാൽ ഇന്ന് വിശ്വാസത്തോടെ ഈ നേട്ടത്തിൽ പറയണം, ഈ ദിവസങ്ങളിൽ ഞാൻ ഇതിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. മാനസിക നിലവാരങ്ങൾ തകരുമ്പോൾ ആമേൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം നന്നായി ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവശക്തിക്ക് ഒരു മരുന്നിനും ഒരു ലേപനത്തിനും ഒരു ആൽക്കഹോളിനും ഒരു സിഗരറ്റിനും തരാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇതിനകത്ത് എനിക്ക് വേണ്ടുന്ന സകല ഔഷധങ്ങളുമുണ്ട്. എന്റെ മനസ്സിനെ സൗഖ്യമാക്കാൻ കഴിയുന്നത് ഈ വചനമാ, എന്റെ ശരീരത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നത് ഈ വചനമാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, മനുഷ്യൻ അപ്പം കഴിച്ചുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മനുഷ്യൻ ജീവിക്കുന്നത് ഭക്ഷിച്ചുകൊണ്ടല്ല. ഇന്ന് ശത്രു പറയും, ഒരു നേരം കഴിച്ചില്ലെങ്കിൽ നീ ഹല്ലേലൂയ തകർന്നു പോകും. ഇല്ല, തളരത്തില്ല. 40 ദിവസം ജീവിക്കാനുള്ള കപ്പാസിറ്റി ഒരു മനുഷ്യൻ ഭക്ഷിക്കാതെ അവൻ്റെ ശരീരത്തിന് ഉണ്ടെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ആമേൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക, ഒന്നും അല്ല എന്നെ ജീവിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഉപവസിക്കുന്ന കർത്താവ് പറയും, ആമേൻ, കർത്താവിനെ അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ കഴിയത്തുള്ളൂ. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു സത്യമാണ്. കർത്താവ് പറഞ്ഞു, 40 ദിവസം ഞാൻ ജീവിച്ചത് നീ കല്ലിനെ അപ്പമാക്കിയിട്ടല്ല ഞാൻ ജീവിച്ചത് ദൈവത്തിൻ്റെ വചനമാകൊണ്ടാണ്. ഞാൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. യേശുക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ വചനം. കർത്താവ് യേശുക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ ഈ ദിവസങ്ങളിലും ആ വചനം നമുക്ക് യഥാർത്ഥ അനുഭവവേദ്യമായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് തിരുവചനം പറയുവാൻ കർത്താവ് സഹായിച്ചതിൻ്റെ പിന്നിലെ കാരണം ഈ സത്യവിശ്വാസം കടന്നു വന്നപ്പം ഒരു കാര്യം വിശ്വസ്തയോടെ ചെയ്തത് കൊണ്ടാണ് അല്പസ്വല്പമൊക്കെ ഈ വചനത്തെപ്പറ്റി ഒരു തിരിച്ചറിവ് കിട്ടിയത്. സ്തോത്രം. ഇതെത്ര പഠിച്ചാലും ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തെപ്പറ്റിയുള്ള ജ്ഞാനം കടലിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു തുള്ളി വെള്ളമെടുത്ത് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു തുള്ളി വെള്ളം ഇടുന്ന പോലെ ഉള്ളൂ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കുള്ളൂ. പക്ഷെ കിട്ടിയ ജ്ഞാനം മതി ഈ ദിവസങ്ങൾ നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഈ ദിവസങ്ങൾ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വചനം മതി. അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അതിനെ തുടർന്നുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങും. അവൻ ജീവിതത്തെ മാറ്റിമറിച്ചത് സ്തോത്രം വചനമാണ്. അതിൻ്റെ കാരണം ഈ വിശ്വാസം വന്നപ്പം
ഞാൻ ആദ്യം ചെയ്തത് ഒരു സ്റ്റഡി ബൈബിൾ മേടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റഡി ബൈബിൾ നോക്കി പോകുമ്പോൾ സിമിയുടെ ഭവനത്തിൽ ചെന്നപ്പം അവിടെ ഒരു സ്റ്റഡി ബൈബിൾ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാണ്, കർത്താവ് യേശു ക്രിസ്തു വന്നതിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ ഉള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് ഇതെങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളെല്ലാം ഒന്ന് അറിയണം. അപ്പം ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ അവിടെ ഇങ്ങനെ അതിനകത്ത് ഓരോ പ്രവചനങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ സിമിയുടെ ഫാദറിനോട് ചോദിച്ചു, ഈ ബൈബിൾ എവിടെ കേട്ട് എനിക്കൊന്ന് വായിക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം എടുത്തോളാൻ പറഞ്ഞു, ഈ ബൈബിൾ എടുത്തോളാം അല്ലേ, അതോ അല്ല സ്ഥലം പറഞ്ഞത്. അപ്പം അവിടെ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം ഓർത്തില്ല അദ്ദേഹത്തിന് ഇതൊരു പ്രശ്നമാകുമെന്നുള്ളത്. സ്തോത്രം. ഈ വചനം കിട്ടി. ഞാനും സിമിയുടെ വചനം ഞങ്ങൾ ഒരുമിച്ചാണ് ഓരോ ചാപ്റ്റർ വെച്ച് ഓരോ ദിവസം ാണ്. ഇതറിഞ്ഞതെങ്കിൽ എൻ്റെ ഭാര്യ പിതാവ് ഒരു കാരണവശാലും പുസ്തകം എനിക്ക് തരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ വചനം യഥാർത്ഥത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധവും കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധവും ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഈ വിശ്വാസത്തിൽ വന്നിട്ട് പലർക്കും വചനം വലിയ താല്പര്യം കുറവുള്ളവരുണ്ട്. അവിശ്വാസികളുടെ കാര്യം മറ്റൊരു ഭാഗമാണ്. പക്ഷേ വിശ്വാസത്തിൽ വരുമ്പോൾ പലപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ പ്രവചന ദൂത് നല്ലതാണ്. ഞാൻ ഒരുപാട് പ്രവചനങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഗൾഫിലായതുകൊണ്ട് എയർപോർട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന സമയത്ത് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഒരുപാട് ദൈവദാസന്മാർ വരികയും സത്യമല്ലാത്തതും സത്യമായ പ്രവചനങ്ങളും മറ്റേ കേട്ടതുകൊണ്ട് ഇന്ന് ഏകദേശം അറിയാം ഈ വചനത്തിനകത്തിരിക്കുന്ന വചനം അനുസരിക്കുന്ന ജീവിതത്തിൽ പ്രവചന ദൂത് അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടും. ഈ വചനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവചന ദൂതുകൾ വെളിപ്പെടും. കാരണം ദൈവ വചനത്തിനകത്ത് പ്രവചനമായത് മുഴുവൻ ഇത് പ്രവചനത്തിൻ്റെ പുസ്തകമാണ്. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഇതിനകത്ത് മുഴുവൻ പ്രവചനമാണ്. ഹല്ലേലൂയ. എന്നെ പറ്റിയുള്ള ഭാവിയെ പറ്റിയുള്ള സകല പദ്ധതികളും ഈ പ്രവചന ദൂതനകത്ത് വചന പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇതെൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ഉള്ളിൽ ഹൃദയസ്ഥമായാൽ അവൻ എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണോടെയാകും. നമ്മളെ കഴുകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം തീയാണ്. അത് നമ്മളെ ബലപ്പെടുത്തുന്ന തീയാണ്. അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന ജലവുമാണ്. അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പം നമ്മളറിയാതെ നമ്മുടെ അകത്തുള്ള ഒരു ശുദ്ധീകരണം നടക്കാൻ തുടങ്ങും. സ്തോത്രം. പക്ഷേ വചനം വായിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് നമ്മൾക്കുള്ള കാര്യം ഏറ്റു പറഞ്ഞാൽ മതി. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് വായിക്കാൻ ഞാൻ ഉറങ്ങി ഏൽപ്പിച്ചിട്ട് ഇതൊന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കാൻ തുടങ്ങും. ഇതെന്നോട് ഇടപെടാൻ തുടങ്ങും. ഇതിൻ്റെ അകത്തളങ്ങൾ ഒരു വെളിപ്പാടായി മാറും. ഇതിന് ഓരോ വാക്യങ്ങളും എൻ്റെ മുമ്പിൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ചിത്രം എന്നോണം വെളിപ്പെടുവാൻ തുടങ്ങും. അത് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഇതൊരു വെളിപ്പാടായി എൻ്റെ ഉള്ളിൽ പ്രാപിക്കുക. ഒറ്റ ചാപ്റ്റർ വായിച്ചാൽ അതിനകത്ത് കിടക്കുന്ന വെളിപ്പാടുകൾ, അതിനകത്തുള്ള സത്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കൊലോസ്യർക്ക് ലേഖനം 1:28 അവിടെ പറയുകയാണ്. കിട്ടിയെങ്കിൽ വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നില്ലേ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ ഏത് മനുഷ്യനെയും അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു വ്യക്തിയെ
ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ കഴിയുന്നത് ഈ വചനത്തിൻ്റെ സത്യങ്ങളാണ്. പഴയ നിയമം എനിക്കറിയാവുന്ന ചിലരുണ്ട്, അവർ ഈ സങ്കീർത്തനം മാത്രം വായിക്കുന്നവരുണ്ട്, അവർക്ക് ആശ്വാസം മതി. സ്തോത്രം. പഴയ നിയമം വായിക്കേണ്ടത് ഞാൻ പറയുന്നില്ല, പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല. ചിലർ പറയുന്നുണ്ട് പഴയ നിയമം വേണ്ടെന്ന് പറയുന്നുണ്ട്. പഴയ നിയമം നല്ലതാണ്, പക്ഷേ പുതിയ നിയമത്തിലെ സുവിശേഷത്തിനപ്പുറത്ത് പുതിയ നിയമത്തിലെ ലേഖനങ്ങളാണ് ഒരു ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കളെ പണിതെടുക്കുന്നത്. അവനിലെ ആത്മീയ മനുഷ്യനെ പണിതെടുക്കുന്നത് ലേഖനങ്ങളാണ്. ലേഖനങ്ങൾ എഴുതിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആമേൻ. ആമേൻ. 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെ വിളിച്ചു പറയുമ്പോൾ ലേഖനങ്ങൾ ദൈവസഭയിലുള്ള ദൈവമക്കളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നതാണ്. ക്രിസ്തുവിൽ തികഞ്ഞവരാണെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒരു ക്രിസ്തുവിൽ എന്നിലുള്ളൊരു മനുഷ്യൻ, ഈ ദിവസങ്ങളിൽ ആത്മീയ മനുഷ്യൻ പണിതെടുക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ പണിയുന്നത്. എന്നെ പണിതെടുത്ത് എന്നെ ഒരു ശിശുവായിരിക്കുവാനല്ല, ഒരു ആത്മീയ ബലമുള്ള ഒരു വ്യക്തിത്വമാക്കി എന്നിലൂടെ ചിലതൊക്കെ ദൈവത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു മെച്യൂർഡായിട്ടുള്ള ആത്മീയ മനുഷ്യനായി എന്നെ പണിതെടുക്കുന്നത് പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ, ഈടുറ്റ ലേഖനങ്ങളാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം സ്തോത്രം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മപ്പെടുത്തലാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ അവിടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറഞ്ഞാൽ അകത്തളങ്ങളിൽ കിട്ടിയിരിക്കുന്ന ദൈവിക വചനമാണ്. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം വെളിപ്പെടുന്നത് ഒരവസ്ഥയിലാണ്. എൻ്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, എൻ്റെ നേരെ പൈശാചിക പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന വചനം ചലിക്കാൻ തുടങ്ങും. അത് റേമയായി വെളിപ്പെടാൻ തുടങ്ങും. അതെന്നെ പണിയാൻ തുടങ്ങും. എനിക്ക് ശരിയായ ചിന്തകളും എനിക്ക് ശരിയായ മാർഗദിശകളും നൽകുന്ന ഒരു ശക്തി കേന്ദ്രമായി എൻ്റെ അകത്തളങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക വചനം എൻ്റെ അവസ്ഥകളിൽ, എൻ്റെ പ്രതികൂലങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ പ്രതിഘട്ടങ്ങളിൽ, അവൻ പ്രതികൂല അവസ്ഥകളിൽ ഹല്ലേലൂയ പലപ്പോഴും എൻ്റെ ഉയർച്ചകളിലും എൻ്റെ താഴ്ചകളിലും ഹല്ലേലൂയ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനമായിരിക്കുന്ന ദൈവിക ജ്ഞാനം പകരുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഒരു ദൈവസഭയിൽ നയിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 4:15 അദ്ദേഹം തിമോഥെയോസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ അകത്ത് ഒരു ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുമ്പോൾ, സ്തോത്രം, ഒരു പുതിയ മനുഷ്യൻ ജനിക്കുക അല്ലേ? ഹല്ലേലൂയ. അപ്പം ഈ വചനം നമ്മളെ ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ വളരണം. നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ഞാനത് വീണ്ടും പറയുകയാണ്. ഹല്ലേലൂയ. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വീണ്ടും അതൊന്നുകൂടി നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നതിന് ഒരു അർത്ഥമുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ തിമോഥെയോസിനെ സ്ഥലം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, തിമോഥെയോസിൻ്റെ മേൽ കരം വെച്ചപ്പോൾ പത്രോസ് തിമോഥെയോസിനോട് വചനം പറയുമ്പോൾ തിമോഥെയോസ് വചനം ഏറ്റെടുത്തുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ കൈവെപ്പിനാൽ പരിശുദ്ധാത്മാവിനെ പൗലോസിലൂടെയാണ് പകരപ്പെട്ടത് തിമോഥെയോസിലേക്ക്. അപ്പോൾ പൗലോസ് പറയാൻ, നിന്നെ ജനിപ്പിച്ചത്, നിന്റെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങിയത് എൻ്റെ കരത്തിലൂടെയാണ്. അങ്ങനെയാണ് നിന്നിലൊരു പുതിയ മനുഷ്യൻ ജനിച്ചത്. ഹല്ലേലൂയ.
അപ്പോൾ പിന്നീട് പലരും പല വചനങ്ങളും നമുക്ക് കേൾക്കും, പലരും നമ്മളോട് വചനം പറയും. പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു പുതിയ വ്യക്തിയായി നമ്മളെ ജനിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ വചനം പറഞ്ഞെന്ന് പഠിപ്പിച്ച, നമ്മളെ വചനത്തിൽ വളർത്തിയ ദൈവദാസന്മാരെ മറന്നു പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ അവരിലും ശ്രേഷ്ഠന്മാരെ തീർന്നേക്കാം, എന്നാലും ജനിപ്പിച്ച പിതാവിനെ ഒരിക്കലും മറന്നു പോകരുത്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരുടെ ആത്മീയ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു പിതാവ് എന്ന തലങ്ങളിൽ, അതാ ഈ ആത്മീയമായൊരു ബോധ്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ആഫ്രിക്കൻസ് ഒരുപാടുള്ള ചർച്ചിലാണ് ഞാൻ ഒരു സമയത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അത് ഒരുപാട് ആഫ്രിക്കൻസ് വരാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഫാദറിന്, ഫിസിക്കൽ ഫാദറിനെ പറഞ്ഞാൽ കർത്താവിനെ പോലെ. അപ്പം ഞാൻ പറയും, ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വചനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്നുള്ളതാണ് കാര്യം. അതിനപ്പുറത്ത് അതിനകത്ത് നമ്മൾ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പിന്നെ സ്പിരിച്വൽ മദർ എന്നൊക്കെയാണ് വിളിക്കുന്നവർ. അപ്പോൾ ഇവർക്ക് ഞാൻ വചനത്തിൻ്റെതായ പൊരുളുകൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ അതിനകത്തൊരു എമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായ കാര്യങ്ങളെ ചേർക്കുമ്പോഴാണ് ഇതിനകത്ത് വിഷയം വരുന്നത്. സ്തോത്രം, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഇതല്ലെങ്കിൽ ഇത് വീണ്ടും നമ്മളെ മറ്റൊരു കെണിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വചനത്തിൻ്റെ സത്യം യഥാർത്ഥത്തിൽ തിരിച്ചറിയണമെങ്കിൽ ഇതിനോട് കോർത്തിണക്കപ്പെട്ട വചനം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ സത്യത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ വചനം പഠിച്ചിട്ട് വീണ്ടും ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോകും. വചനം അറിയാത്തവനെ വിടുവിക്കാൻ എളുപ്പമാണ്, പക്ഷെ വചനം മനസ്സിലാക്കിയിട്ട് ഈ വചനത്തിൻ്റെ ദുരുപദേശത്തിൽ കിടക്കുന്നതിനെ വിടുവിക്കാൻ മഹാബുദ്ധിമുട്ടാണ്. അല്ലേ? ഈ വചനം മുഴുവൻ അറിയാമെന്ന് വിശ്വസിക്കുന്നവരെയാണ് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കാരണം ചില ബോധ്യങ്ങൾ അവർ ഓൾറെഡി ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ വചന സത്യം ദൈവിക വെളിപ്പാട് നൽകുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം ഈ തിമോത്തിയോസിനെ ജനിപ്പിച്ചത് അപ്പോസ്തലനായ പൗലോസ് വചനത്തിലൂടെ വചനം പറഞ്ഞ് നമ്മളോട് റിപ്പൻറ്റൻസിൻ്റെ വചനം പറയുമ്പോൾ ആ വചനം നമ്മളെ സ്പർശിച്ചില്ലേ ബ്രദറെ? ഇല്ലേ? ഒരിക്കൽ ആരാധനയ്ക്ക് ആ ദേവദാസൻ സംസാരിച്ചപ്പോൾ അന്ന് നമ്മളെ ജനിപ്പിച്ചത് അദ്ദേഹം ആ വചനമാണ്, അദ്ദേഹത്തിൻ്റെ കൈവെപ്പിലൂടെയാണ്. ഹല്ലേലൂയ. സ്ഥാനപ്പെടുത്തിയെന്നുള്ളതല്ല, അതിനപ്പുറത്ത് ഒരു വ്യക്തിയിലൂടെ ഒരു ആത്മീയ മനുഷ്യനെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ പൗലോസ് പറയുകയാണ്, ഞാനൊരു മാതാവാണ്. ഹല്ലേലൂയ. അതെവിടെയാണ് കിടക്കുന്നത്? ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ക്രിസ്തു ആമേൻ എന്നിൽ വളർന്നു വരുവാൻ, ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലാക്കി മാറ്റുവാൻ, എന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റുവാൻ, എന്നിലെ പഴയ ജഡമനുഷ്യനെ മരിപ്പിക്കുവാൻ. അതിനപ്പുറത്ത് ദൈവം യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക പ്രമാണങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള കൃപയും അറിവും വിവേകവും ബുദ്ധിയും ജ്ഞാനവും ശക്തിയും പകരുന്നത് പുസ്തകത്തിനുണ്ട്. മനസ്സിലാക്കി? നമ്മൾ വളർന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരുവാൻ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ, അതുപോലെ തന്നെയാണ് ആത്മീയ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിലോ വളരുവാനാ. വന്നതുപോലെ 10 വർഷം കഴിഞ്ഞാലും ദൈവസഭയ്ക്ക് ഇരിക്കുന്നവർക്ക് വന്നതിലും സ്വതം കുറഞ്ഞ ഒരു അനുഭവത്തിൽ, താഴ്ന്ന അനുഭവത്തിൽ പോകുവാനല്ല, ദൈവസഭയിൽ വരുന്നവർ ക്രിസ്തുവിൽ വളർന്ന് ശക്തന്മാരായി മാറുവാനാണ് ഞാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളായി മാറുവാൻ, ദൈവത്തിൻ്റെ പ്രതിനിധികളായി മാറുവാൻ, ദൈവത്തിൻ്റെ ദൂതവാഹകരായി മാറുവാൻ, സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ ധരിക്കുവാൻ, ഹല്ലേലൂയ, സത്യസാക്ഷികളായി മാറുവാൻ, ചെല്ലുന്നിടത്തൊക്കെയോ യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നവരായി മാറുവാൻ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ദൈവവചനം നമ്മുടെ അകത്തളങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഞാൻ പറയട്ടെ, ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മളെ ലോകപ്രകാരമുള്ള സക്സസ് അല്ല,
ദൈവപ്രകാരമുള്ള സക്സസ് ഉള്ള ജയകരമായ ഒരു ആത്മീയനും ഭൗതികനുമാക്കി മാറ്റാൻ കഴിയുന്നത് ഈ വചനത്തിന്റെ വിവേകവും ജ്ഞാനവും അറിവുമാണെന്ന് ഇന്ന് പകലില് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക. കാരണം യോശുവയുടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽക്കാരുടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഇസ്രായേൽക്കാർക്ക് ഇത്രയും ബുദ്ധി? എന്താണ് ഇസ്രായേൽക്കാരുടെ ജയത്തിന്റെ പിന്നിലെ അവർ ഇന്നത്തെ കാര്യം ദൈവത്തിന്റെ വചനത്തിന് അണിവിടാതെ മാറാതെ അവർ ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എത്ര തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിന്റെ സത്യത്തിനകത്ത് നിൽക്കുന്നവനെ തകർക്കാൻ പിശാചേ നിനക്ക് കഴിയത്തില്ലെന്ന് ഇന്ന് വിളിച്ചു പറ. ധൈര്യത്തോടെ വിളിച്ചു പറയണം. അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ ദൈവവചനത്തിന്റെ സത്യത്തിനകത്ത്, ദൈവവചനത്തിന്റെ ഉപദേശത്തിനകത്ത്, ദൈവവചനത്തിന്റെ ജ്ഞാനത്തിനകത്ത് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ എനിക്ക് നേരെ ആഞ്ഞടിക്കും. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, അവസാനത്തെ ജയം ദൈവമക്കൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ യോശുവയോട് പറയണം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നൊക്കെ നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിട്ടിരിക്കും. അവിടെ യോശുവയ്ക്ക് ദൈവം കൊടുത്ത ഒരു സീക്രട്ട് ഓഫ് സക്സസ് ആണ് ഈ ദൈവത്തിൻ്റെ വചനം. സക്സസ്ഫുള്ളായി വയ്ക്കുവാനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഹല്ലേലൂയ. പക്ഷേ ആ പുസ്തകം ഒന്നും നമുക്ക് പൂർണ്ണത നൽകത്തില്ല. എത്ര പുസ്തകം വായിച്ചാലും, ഏതെല്ലാം പുസ്തകങ്ങൾ എടുത്ത് പഠിച്ചാലും, എത്ര ആത്മീയമായിട്ടുള്ള പുസ്തകം വായിച്ചാലും ഈ പുസ്തകം അറിയാത്തവനെ അവന് ജയമെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആരൊക്കെ എഴുതിയ പുസ്തകം എഴുതി വായിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പുസ്തകം നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയില്ലെന്ന്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിലും നിത്യതയിലേക്ക് നയിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ എല്ലാവരും യേശുവിനെ വിട്ടുപോകുമ്പോഴും യേശുവിനെ മാറിപ്പോകാതെ യേശുവിനെ പിൻപറ്റുന്ന പത്രോസ് പറയുകയാണ്. എല്ലാവരും പോവുകയാണ്. പലരും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു അത് കിട്ടുകയില്ല എന്ന് തോന്നിയപ്പോൾ അവരെല്ലാവരും പുസ്തകം മടക്കി വീട്ടിലേക്ക് നടന്നു പോകുന്നത് യേശു ക്രിസ്തു കണ്ടുകൊണ്ടിരിക്കുക. നാളെ യേശു പറയുക, നിങ്ങൾ വന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യത മാത്രമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് സഭയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ പത്രോസ് പറഞ്ഞു, സഭയിൽ ആരും വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത് ദൈവിക നിത്യതയാ. ഞങ്ങൾക്ക് വേണ്ടത് ഹല്ലേലൂയ കർത്താവിനോട് ആയിരിക്കാനാ. ഞങ്ങൾ എവിടെ പോകും കർത്താവേ? നിത്യജീവന്റെ വചസ്സുകൾ കർത്താവ് അങ്ങയുടെ പക്കലുണ്ടല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾ എവിടെ പോകും കർത്താവേ? ഈ വചനം അവിടുത്തെ പക്കലുണ്ട്. ജീവിപ്പിക്കുന്ന വചനമുണ്ട്, ആശ്വസിപ്പിക്കുന്ന വചനമുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന വചനമുണ്ട്, എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന വചനം അങ്ങയുടെ അടുക്കലുണ്ട്. പ്രത്യാശ ഇല്ലാതിരിക്കുമ്പോൾ പ്രത്യാശ നൽകുന്ന വചനമുണ്ട്, സൗഖ്യമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന വചനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിലും ആ വചനത്തിൻ്റെതായ ഒരു ദാഹം കർത്താവ് നമ്മുടെ ഉള്ളിൽ തരുവാൻ, നമുക്ക് വരുന്ന തലമുറകൾക്ക് നമുക്ക് പലതും കൊടുക്കാൻ കഴിയും. പക്ഷേ ലോകത്തിലെല്ലാം കൊടുത്താലും സ്തോത്രം അതൊന്നും അവരുടെ ജീവിതത്തെ അനുഗ്രഹകരമാക്കത്തില്ല. നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ വചനമാണ്. നമുക്ക് ആമേൻ സ്തോത്രം ഈ അടുത്ത തലമുറയിലേക്ക് പകരപ്പെടാൻ കഴിയുന്നത് ഈ വചനമാണ്. ഹല്ലേലൂയ, ഈ സത്യമാണ്. ഹല്ലേലൂയ, വരുന്ന തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഒരു പുതിയ തലമുറ എഴുന്നേൽക്കട്ടെ, ഒരു പുതിയ ജോഷന്മാർ എഴുന്നേൽക്കട്ടെ. അല്ലേ മോനെ, ഈ ദിവസങ്ങളും കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കൊടുക്കാൻ അവർക്ക് കഴിയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും മേന്മയേറിയ ശ്രേഷ്ഠതയും കൊടുത്താലും അതൊക്കെ നശിച്ചു പോകും. യേശു ക്രിസ്തുവിനെ കൊടുത്താൽ, ദൈവത്തിന്റെ വചനം കൊടുത്താൽ, ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും ആ വചനം അവരെ നയിക്കുവാനും നടത്തുവാനും ഇടയാകും. അവരുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നതിനേക്കാളും അമൂല്യമായ, എന്നതിനേക്കാളും വിലയേറിയതായ ദൈവിക വചനത്തിന്റെ സത്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനാഴങ്ങളിലേക്ക് എന്റെ കരം പിടിച്ചെന്ന് നടത്തണമേന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ.
ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതിൽ പറഞ്ഞിട്ട് ഇന്നത്തെ വാക്കുകൾക്ക് വിരാമിടുവാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് തുടർമാനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നുവെങ്കിൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. ആമേൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ വചനത്തെപ്പറ്റി, പക്ഷേ വചനത്തിൻ്റെ ശക്തി, വചനം പരക്കണം, അതിനെപ്പറ്റി നമ്മൾ വന്നിട്ടില്ല. അതിൻ്റെ ആമുഖം മാത്രമേ ഇന്ന് പറയാൻ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ ഈ വചനം പരക്കാൻ പോവാം. വിശ്വസിക്കുന്ന എത്രയോ ഉണ്ട്. എന്നിലൂടെ വചനം പരക്കാൻ പോവുക. എന്നിലൂടെ വചനം ഈ ദിവസം അനേകരിലേക്ക് ചെല്ലാൻ പോവുക. എന്നിലൂടെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ ശരീരത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനം അകത്ത് കയറിയാൽ, വചനമകത്ത് ചെന്നാൽ അത് ഹല്ലേലൂയ പ്രവൃത്തി ചെയ്യാതെ അത് മടങ്ങി വരത്തില്ല. മഴയും ഹിമവും ആകാശത്തു നിന്ന് വന്ന് ഭൂമിയെ നനയ്ക്കുന്നതുപോലെ, ഭക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്തും കൊടുക്കുന്നത് പോലെ ഈ ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങൾ അകത്തളങ്ങൾ ക്രിയ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനം ആമേൻ. അപ്പം മാത്രമല്ല, ഇത് നമ്മൾ ഭക്ഷിക്കാൻ മാത്രമല്ല, ഇതെടുത്ത് അനേകർക്ക് കൊടുക്കാൻ കൂടെ ദൈവം തരാൻ പോവാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? വിശ്വാസ കാര്യങ്ങൾ ഉയർത്തി പറ. ഈ ദിവസം ഞാൻ ചിലർക്ക് കൊടുക്കാൻ പോവുകയാണ്. ആമേൻ. ആമോസിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, അതിൻ്റെ 8:11 പറയാൻ, അപ്പത്തിനായിട്ട് വിശപ്പല്ല, വെള്ളത്തിനായിട്ട് ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായിട്ടുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. ദേശത്ത് ഞാൻ അയക്കാൻ പോവുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള ദാഹം, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പ് ദൈവജനത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ദേശത്തിൻ്റെ മേൽ ഞാൻ അയക്കുമെന്ന് ദൈവം ആമോസോടെ പറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ വചനം എത്തപ്പെടും. വചനം സമീപസ്ഥമാണ്, എൻ്റെ വായിലിരിക്കുന്നു. ആമേൻ. ആർ കയറി ചെല്ലുമെന്ന് പറയരുത്. ഈ വചനം നമ്മുടെ കരങ്ങൾ കർത്താവ് തന്നതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇത് സമീപസ്ഥുണ്ട്, അടുത്തുണ്ട്. അല്ല, ഇത് വെച്ച് ഉറങ്ങുവാനുള്ളതല്ല, ഇത് എൻ്റെ അകത്ത് കയറാനുള്ളതാ. ഇത് അകത്ത് എഴുതപ്പെടാനുള്ള പുസ്തകമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ഹൃദയ ഫലകൾക്കകത്ത്, എൻ്റെ മാംസഫലകയിൽ ഈ പുസ്തകത്തിന്റെ വചനം എഴുതപ്പെടും. ഭക്തിയുടെ ആത്മാവ് തന്നെ, അത് അവൻ്റെ പ്രമോദം യഹോവയിൽ തന്നെയായിരിക്കും. ഇന്ന് ആ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവേ, ഇന്ന് ആ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ഈ ദിവസങ്ങളിൽ പുസ്തകം കരങ്ങളെടുക്കുമ്പോൾ എൻ്റെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, എൻ്റെ ആത്മീയ ശ്രവണങ്ങളെ ഒന്ന് തുറക്കണമേ, എൻ്റെ വായ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. രാവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഉദയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഞാൻ കിതയ്ക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞ പോലെ പറയാൻ തക്കവണ്ണം ഒരു ദാഹം ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തിന് മേൽ പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേൾക്കുന്ന എല്ലാവരുടെ മേലും, കർത്താവ് ആഗ്രഹിക്കുന്നവരുടെ മേൽ, കർത്താവ് ഈ ദിവസങ്ങൾ വചനത്തിന്റെ വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വെളിപ്പെടുത്തണമേ. ആഗ്രഹിക്കുന്നവരെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഉറങ്ങിപ്പോകുവാനല്ല, ഈ ദിവസങ്ങളിൽ വചനത്തിന് വേണ്ടി കിതയ്ക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഒരു ദാഹവും ആഗ്രഹവും എൻ്റെ ജീവിതത്തിന് മേൽ ദൈവമേ തരണമേ. ആമേൻ. എനിക്ക് ഈ ദിവസങ്ങളിലും മുന്നോട്ട് പോകുവാനുള്ള വഴികൾ ഈ വചനത്തോടെ വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാളും വ്യർത്ഥം അല്ല, ആകയാൽ എന്നും പ്രാർത്ഥിച്ചു
ശീതമുഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം. ഭൂമി നിൽക്കും നാൾ വിതച്ചിടുക നാം. വർദ്ധനായ ദൈവം നൽകും സർവനേരം തന്മൻ ശക്തിയാൽ. വേനൽക്കാലം വർഷം കാറ്റു ശീതമുഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം. ഭൂമി നിൽക്കും നാൾ കാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. വിതച്ചിടുക സമനേകം സാത്താൻ കൊണ്ടെന്നാലും താൻ വൈരാഗ്യത്തിൽ തളർന്നു പോകാതെ സ്നേഹവും വിടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്തൻ ശക്തിയാൽ. വിതച്ചിടുക നാം സമനേകം സാത്താൻ കൊണ്ടെന്നാലും താൻ വൈരാഗ്യത്തിൽ തളർന്നു പോകാതെ സ്നേഹവും വിടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്തൻ ശക്തിയാൽ. നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. വിതച്ചിടുക വിതയ്ക്കുന്ന കാലം അവസാനിച്ചിടും എത്ര വേഗത്തിൽ. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുമ്പാകെ നിൽക്കും രക്ഷയിൽ. വിതച്ചിടുക നാം വിതയ്ക്കുന്ന കാലം അവസാനിച്ചിടും എത്ര വേഗത്തിൽ. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുമ്പാകെ നിൽക്കും രക്ഷയിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. വിതച്ചിടുക ദിവ്യ സമാധാനം തുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. മരുഭൂമി പാടും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവതേജസ്. വിതച്ചിടുക നാം ദിവ്യ സമാധാനം തുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. മരുഭൂമി കാടും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവതേജസ്. കൊയ്ത്തുകാലത്തിൽ സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ ഭേദം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമാനി പെയ്യും ദൈവകൃപ ചെയ്യും തക്കകാലത്തിൽ. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ ഭേദം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമാനി പെയ്യും ദൈവകൃപ ചെയ്യും തക്കകാലത്തിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചു കച്ചകൾ ചുമന്ന് കൊണ്ടുവന്നിടും. 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 ഹല്ലേലൂയ. ഈ വന്ന സമയം ഈ സമയം വരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൃപ പകർന്നുകൊണ്ടിരുന്നതിനെ ഓർത്ത് നമ്മളെല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ കടന്നു പോകുന്നെങ്കിലും ആ പിരിയാത്ത സാന്നിധ്യം നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. എഫീഷ്യർ പുസ്തകം നമ്മൾ പറഞ്ഞ പോലെ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ
മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്, തന്നെത്താൻ ജീവൻ കൊടുത്തത് നമ്മളെ അവൻ പൂർണ്ണരാക്കി മാറ്റുവാനാണ്. നമ്മളെ കർത്താവിൻ്റെ മണവാട്ടിയാക്കി മാറ്റുവാൻ നമുക്ക് നമ്മുടെ ഈ ദിവസങ്ങളിലും കറ ചുളുക്കമില്ലാതെ ഒരു മഹത്വമുള്ള ഒരു ശരീരമാക്കി ദൈവം മാറ്റുവാൻ നമ്മളെ വിളിച്ചത്. അതിനായി കർത്താവ് വരുവാൻ സമയമായി തന്നെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്, അവൻ തന്നെത്താൻ ശൂന്യനാക്കി കൊടുത്തത്, തന്നെത്താൻ തകർക്കുവാൻ വേണ്ടി കർത്താവ് കൊടുത്തത് തനിക്ക് വേണ്ടിയല്ല, അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും ശ്രേഷ്ഠകരമായി മാറ്റുവാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാക്കി തീർക്കുവാൻ ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ ഓർത്ത് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പകലും കർത്താവ് നമ്മളെ കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി കർത്താവ് തരാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തടസ്സങ്ങൾ യേശുവിന്റെ നാമമാകട്ടെ, ശത്രുയത്തെ വെല്ലുവിളികൾ യേശുവിന്റെ തകരട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ആത്മീയ കണ്ണുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ പ്രകാശിക്കട്ടെ, ഈ ദിവസങ്ങൾ ദർശനങ്ങൾ കാണുന്നവരായി മാറ്റെ, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ ജനമാക്കി ദൈവം നമ്മളെ മാറ്റുന്നതിനായിട്ട്, ദൈവത്തിന്റെ കഥാകാര്യങ്ങൾ ഈ ദിവസങ്ങൾ പണിയപ്പെടുന്ന ആളുകളാക്കി ദൈവം നമ്മളെ മാറ്റുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ആ കൃപയിൽ ദൈവം നമ്മളെ വഴി നടത്തുന്നതിനായിട്ട്, രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും എല്ലാം കൂടെ കർത്താവ് വരിയിലേക്കും കൽപ്പിക്കപ്പെട്ടോടും ലോകം എമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥ. ശാലവും കർത്താവ് സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെയും കർത്താവ് ചെറുകിടിക്കുള്ളിൽ രക്തത്തിനുമായി ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.